ഇന്ത്യ ഇപ്പോൾ തൽക്കാലത്തേക്ക് ഒരു ഔദ്യോഗിക പ്രതികരണം നൽകിയിട്ടില്ല. എന്താണ് ലോകത്തെ സ്ഥിതി, എങ്ങനെയാണ് ഈ വെടിനിർത്തൽ മുന്നോട്ട് പോകുന്നത് എന്നത് നോക്കിയതിനു ശേഷം ഇന്ത്യയിൽ ഒരു ഔദ്യോഗിക പ്രതികരണം വൈകാതെ ഉണ്ടാകും എന്നതാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും സർക്കാർ വൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത് ഇത് ആശ്വാസമാണ് എന്നതാണ്. കാരണം ഈ ഒരു വെടിനിർത്തൽ എങ്ങനെ ഉണ്ടായാലും ആ ഒരു വെടിനിർത്തൽ അത് നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഇന്ത്യക്കും ആശ്വാസമാണ്. കാരണം നിരന്തരം ഈ ഒരു യുദ്ധം സംഘർഷം തുടങ്ങിയ അന്നു മുതൽ ഇന്ത്യ എല്ലാ രാജ്യങ്ങളോടും നടത്തുന്ന സംഭാഷണങ്ങളിലെല്ലാം തന്നെ എങ്ങനെയും സംഘർഷം അവസാനിപ്പിക്കാനുള്ള ചർച്ചകളിലേക്ക് പോകണം എന്ന നിലപാടാണ് സ്വീകരിച്ചിരുന്നത്. എന്തായാലും ഗൾഫ് രാജ്യങ്ങളുമായി നിരന്തരം ഒരു ബന്ധം ഇന്ത്യ പുലർത്തിയിരുന്നു. നമുക്കറിയാം ഈ ഒരു യുദ്ധം തുടങ്ങിയതിന് ശേഷം ഇറാൻ തുടക്കത്തിൽ തന്നെ ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെയുള്ള ഒരു ആക്രമണം നടത്തുകയായിരുന്നു. അതോടുകൂടി ഇന്ത്യക്ക് ഏതെങ്കിലും ഒരു പക്ഷം പിടിക്കുന്നത് ഉചിതമല്ല എന്നൊരു തീരുമാനത്തിലേക്ക് എത്തേണ്ടി വന്നു. എന്തായാലും ഇസ്രയേലും അമേരിക്കയും ചേർന്ന് ആദ്യം ഇറാനെ ആക്രമിക്കുകയും അതിനുശേഷം പിന്നീട് ഇറാന്റെ ഭാഗത്തു നിന്നുള്ള തിരിച്ചടി ഉണ്ടായത് ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെയാണ്. അത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാടിലായിരുന്നു ഇന്ത്യ. കാരണം ഗൾഫ് രാജ്യങ്ങളുമായി ഏറ്റവും അടുത്ത ബന്ധമാണ് ഇന്ത്യക്ക് ഉണ്ടായിരുന്നത് എന്നത് മാത്രമല്ല, ഇന്ത്യയുടെ ഏതാണ്ട് 1 കോടി ആൾക്കാർ ഈ ഗൾഫ് മേഖലയിൽ താമസിക്കുകയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഗൾഫിനെതിരെയുള്ള ആക്രമണം നിർത്തണം എന്നതായിരുന്നു ഇന്ത്യയുടെ പൊതു നിലപാട്. അത് ഇറാനെ പലവട്ടം അറിയിച്ചിരുന്നു. ഇതോടൊപ്പം തന്നെ ഗൾഫ് രാജ്യങ്ങളുമായി നിരന്തരം ചർച്ചകൾ നടത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഇത്രയും വലിയ ഒരു അന്ത്യശാസനം ഉണ്ടായതിനു ശേഷം ഇറാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് അബ്ബാസ് അരാക്ചിയുമായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ സംസാരിച്ചിരുന്നു. അന്ന് എന്താണ് ഈ ഒരു യുദ്ധം അവസാനിപ്പിക്കാൻ ഇറാന്റെ നിർദ്ദേശങ്ങൾ എന്ന കാര്യം ഇറാൻ വിദേശകാര്യമന്ത്രി അറിയിക്കുകയും അദ്ദേഹം പിന്നീട് അത് പരസ്യമായി വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. അത് UAE, ഖത്തർ എന്നീ 2 രാജ്യങ്ങളെ ഇന്ത്യ അറിയിക്കുകയും 2 രാജ്യങ്ങളുമായും ചർച്ച നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു. അതുകൊണ്ട് സമാധാനത്തിന് വഴിയിലേക്ക് പോകണം എന്ന നിലപാട് തന്നെയാണ് ഇന്ത്യ സ്വീകരിച്ചിരുന്നത്. കാരണം അത് 1 കോടിയോളം ഇന്ത്യക്കാരുടെ സുരക്ഷയ്ക്ക് വലിയ അനിവാര്യമാണ്. രണ്ടാമതായി ഇന്ത്യയുടെ സാമ്പത്തിക അവസ്ഥയ്ക്കും ഒപ്പം ഊർജ്ജ സുരക്ഷയ്ക്കും ഈ ഒരു സംഘർഷം